അപ്പം നമ്മൾ ആകാശമാർഗത്തിൽ ദിവ്യവിമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന ദേവന്മാരും മഹർഷിമാരും അന്യോന്യം സംസാരിക്കുന്നത് കേട്ട് പണ്ട് ഇങ്ങനെയൊരു അസുരൻ ഉണ്ടായിട്ടില്ല, ഇനിമേലിൽ ഉണ്ടാവുകയുമില്ല. രക്തബീജനെ പോലെ ഒരു അസുരൻ ഒരു കാലത്തും ഉണ്ടാവില്ല എന്ന് സംസാരിച്ചു. ആ ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ചിരിക്കുന്ന അല്ലയോ ഭഗവതി, ദേവന്മാർ വിഷാദത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് ആ ദേവി എന്തു ചെയ്തു? ഭദ്രകാളിയുടെ സമീപത്തിലെത്തി. അല്ലയോ ഭദ്രകാളി, അല്ലയോ ദേവി, ചണ്ടമുണ്ടന്മാരെ കൊന്ന അല്ലയ ചണ്ടമുണ്ടാസുര മർദിനി എന്നൊക്കെ വിളിച്ചിട്ട് നിന്റെ മുഖം വിസ്താരമുള്ളതാക്കി ചെയ്യൂ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി. എന്നിട്ട് ദേവി പറയാണ്, എൻ്റെ ശസ്ത്രങ്ങളേറ്റ് ഉണ്ടാകുന്ന ആ രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന രക്തബിന്ദുക്കളെയൊക്കെ നീ കുടിച്ചാലും, അതാണ് ഉവാചകാളിൻ ചാമുണ്ടേ വിസ്തീർണം വദനം ഗുരു. അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. മച്ഛസ്ത്രപാത സംഭൂതാൻ, എൻ്റെ ശസ്ത്രങ്ങളിൽ എൻ്റെ ആയുധങ്ങളേറ്റ് രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന രക്തബിന്ദൂൻ പ്രതീക്ഷത്വം വക്ത്രേണാനേന വേഗിന, നീ വായ കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ആ ഉണ്ടാകുന്ന രക്തം മുഴുവനും കുടിച്ചു തീർത്താലും, അല്ലേ, എൻ്റെ ശസ്ത്രങ്ങളേറ്റ് രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന രക്തബിന്ദുക്കളെ നീ കുടിച്ചാലും എന്ന് പറഞ്ഞു. രക്തത്തിൽ നിന്നും ജനിച്ച യുദ്ധസന്നദ്ധരായ അസുരന്മാരെ, അതാണ് ഏവമേഷക്ഷയ ദൈത്യക ക്ഷീണരക്തോ ഗമിഷ്യതി ഭക്ഷ്യമാണ സ്ത്വയാചോഗ്ര ന ചോൽപത്സ്യന്തി ചാപരേ. അപ്പം ദേവി പറഞ്ഞു, രക്തത്തിൽ നിന്നും ജനിച്ച യുദ്ധസന്നദ്ധന്മാരായ ഉണ്ടാകുന്ന എല്ലാ അസുരന്മാരെയും നീ ഭക്ഷിച്ചാലും, ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തബീജൻ ക്ഷയിച്ചില്ലാതെയാകും, അവന് രക്തമില്ലാത്തവനാകും, പിന്നെ ഒരു രക്തബീജൻ ഉണ്ടാവുകയുമില്ല. ഇങ്ങനെ ദേവി പറഞ്ഞു. ഇത്യുക്ത്വാ താം തതോ ദേവി, ഇപ്രകാരം പറഞ്ഞിട്ട് ആ ദേവി ശൂലേനാഭിജഘാനതം, ശൂലം കൊണ്ട്, തൻ്റെ കയ്യിൽ നിന്ന് ശൂലം കൊണ്ട് അവനെ കുത്തിമുറിച്ചു. രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ രക്തം മുഴുവൻ മുഖേന കാളീ ജഗൃഹേ, ജഗൃഹ എന്ന് പറഞ്ഞാൽ ഗ്രഹിച്ചു, ശോണിതം തത് ശരീരത, അവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ ജനിച്ച ശരീരജം, തത് ശരീരജം തച്ഛരീരജം, അവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ രക്തം മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്തു. ഇത്യുക്ത്വാ താം തതോ ദേവി ശൂലേനാഭിജഘാനതം. മുൻ വിവരിച്ച വിധം ഭദ്രകാളിയോട് പറഞ്ഞിട്ട് ആ രക്തബീജനെ തൻ്റെ ശൂലം കൊണ്ട് ദേവി കുത്തിമുറിച്ചു. രക്തബീജൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ രക്തം മുഴുവൻ ഭദ്രകാളി വാ പിളർന്നു കുടിക്കുകയും ചെയ്തു. അടുത്ത ശ്ലോകം. തതോസാവാജകാനാഥ ഗതയാ തത്ര ചണ്ഡികാം ന ചാസ്യാവേദനാം ചക്രേ ഗതാപാദോൽപ്പികാമപി. അപ്പോൾ രക്തബീജാസുരൻ തൻ്റെ ഗത കൊണ്ട് ഭഗവതിയെ അടിച്ചു. പക്ഷെ ആ അടി മൂലം അല്പമായ വേദന പോലും ദേവിക്കുണ്ടായില്ല. തസ്യാഹതസ്യ ദേഹാത്തു ബഹുശുസ്രാവശോണിതം യതസ്തദ്വക്ത്രേണ യതഃ തതഃ തദ്വക്ത്രേണ യതസ്തതസ്തദ്വക്ത്രേണ ചാമുണ്ടാം സംപ്രതീച്ഛതി. ദേവി ശൂലം കൊണ്ട് മുറിവേൽപ്പിച്ച രക്തബീജാസുരൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ട രക്തം ചാമുണ്ടി, അതായത് ആ ദേവി അതാത് ഭാഗങ്ങളിൽ ചെന്ന് ഒട്ടും കളയാതെ കുടിച്ചു തീർത്തു. മുഖേ സമുൽഗതായസ്യ, ഇവിടെ മുഖേന കാളീ ജഗൃഹേ രക്തബീജസ്യ ശോണിതം തതോസാവാജകാനാഥ ഗതയാ തത്ര ചണ്ഡികാം തതഃ അസൗ ആജഖാന അഥ. ആ വാക്കുകൾ ഒന്നിച്ചേരുന്നതാണ് തതോസാവാജഖാനാഥ, ഒന്നിച്ച് പറയണ ഒറ്റ പദമാണത്. നാ ചാസ്യാം വേദനാം ചക്രേ ഗതാ പാദോൽപ്പികാമപി. അപ്പം രക്തബീജൻ്റെ രക്തം വീണിട്ട് ഭദ്രകാളിയുടെ മുഖത്തൊക്കെ ചില അസുരന്മാരുണ്ടായി. ഭദ്രകാളി അവരെ ഭക്ഷിച്ചു, രക്തബീജൻ്റെ രക്തത്തെയും പാനം ചെയ്തു. ദേവി ശൂലേന വജ്രേണ ബാണൈരസിഭിരിഷ്ടിഭിः
ജഘാന രക്തബീജം തം ചാമുണ്ടാപീതശോണിതം. ഭദ്രകാളി രക്തപാനം ചെയ്ത ശേഷം ദേവി രക്തബീജനെ നിഗ്രഹിച്ചു. ശൂലം, വജ്രം, ബാണം, വാൾ, ഈട്ടി തുടങ്ങിയ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ദേവി രക്തബീജനെ കൊന്നത്. സപപാദമഹീപൃഷ്ടേ ശസ്ത്രസംഘസമാഹത നീരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുര. അല്ലയോ മഹീപാല, അല്ലയോ രാജാവേ, ആ രക്തബീജൻ ഭഗവതിയുടെ യുദ്ധചരിത്രത്തെ ഭദ്രകാളി രക്തപാനം ചെയ്യുകയാൽ രക്തരഹിതനായി തീർന്ന രക്തബീജൻ ഭഗവതിയുടെ ശസ്ത്രസമൂഹങ്ങളേറ്റ് ഭൂമിയിൽ മരിച്ചു വീണു എന്ന്. ഏവമേതേ ക്ഷയം നീത രക്തബീജസമുത്ഭവാക തതസ്തേ ഹർഷമതുലം അവാപുസ്ത്രിദശാ നിർവാ. ത്രിദശന്മാർ നമ്മുടെ ദേവന്മാർ അവരെല്ലാവരും ഇപ്രകാരം അതായത് രക്തബീജനിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാ അസുരന്മാരും ക്ഷയത്തെ പ്രാപിച്ചു, രക്തബീജനും മരിച്ചു. തന്മൂലം ദേവന്മാർ അതിയായി സന്തോഷിച്ചു. ആ രക്തമതത്താൽ ഉദ്ധതരായ മാതൃഗണവും സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തു. നനർത്താശൃങ്മദോത്തത, മതത്താൽ നൃത്തം ചെയ്തു. ഹേ രാജശ്രേഷ്ഠ, ദേവിയുടെ അത്ഭുത ചരിത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമാപിച്ചു. അപ്പം ഓം ഓം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്, അങ്ങനെ തന്നെ അവസാനിച്ചു. ഇത് ഇപ്രകാരം ശ്രീ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണിക മന്വന്തരത്തിൽ ദേവി മാഹാത്മ്യത്തിൽ രക്തബീജവധം എന്ന നാമത്തോടുകൂടിയ 8ാം അധ്യായം അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും ഹരി ഓം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും അമേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്ര